അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഏറ്റവും ലളിതമായ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് പ്രധാനമായും ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. വിശുദ്ധമായ റമദാന് മാസം, അത് തൊട്ടുമുന്നേയുള്ള റമദാന് മാസം അല്ല എങ്കിൽ 1, 2, 3 അതിലധികമോ വർഷങ്ങൾ മുന്നേയുള്ള റമദാന് മാസം, ഏത് റമദാന് മാസവും ആയിക്കോട്ടെ, റമദാന് മാസം ഗർഭം അല്ലെങ്കിൽ പ്രസവം കാരണം ഒരു പെണ്ണിനിക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നോമ്പ് ഒഴിവാക്കേണ്ടി വന്നവരിൽ ആരൊക്കെയാണ് മുദ്ദ കൊടുക്കേണ്ടത്, ആരൊക്കെയാണ് നോമ്പ് ഖളാ വീട്ടേണ്ടത്? മാത്രമല്ല 2, 3 അതിലധികമോ വർഷങ്ങൾക്ക് മുന്നേ ഖളാ ആയിപ്പോയ നോമ്പാണ്, അതിൽ കുറച്ച് മാത്രമേ ഖളാ വീട്ടിയിട്ടുള്ളൂ, ബാക്കി ഖളാ വീട്ടാൻ ബാക്കിയുണ്ട് എങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത്? 1, 2 വർഷമോ പിന്തിപ്പിച്ചതിന് ശേഷമാണ് നോമ്പ് ഖളാ വീട്ടിയത് എങ്കിൽ അവർ എത്രയാണ് മുദ്ദ കൊടുക്കേണ്ടത്? ഈ നോമ്പ് ഖളാ വീട്ടുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് കരുതേണ്ടത്? മുദ്ദ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, ആർക്കാണ് മുദ്ദ കൊടുക്കേണ്ടത്? മാത്രമല്ല ആരൊക്കെയാണ് മുദ്ദ കൊടുക്കേണ്ടത്? അതുപോലെ ഒരു മുദ്ദായിട്ട് എത്രയാണ് കൊടുക്കേണ്ടത്? തുടങ്ങി സാധാരണഗതിയിൽ പ്രസവം ഗർഭം കാരണം സ്ത്രീകൾ നോമ്പ് ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ സംശയങ്ങളും മാറുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായ ഒരു അവതരണമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എനിക്ക് വരുന്ന സംശയങ്ങളിൽ ഒരുപാട് പേർ ചോദിക്കുന്നത് 2018 അല്ലെങ്കിൽ 2016 അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വർഷം ഞാൻ പ്രസവം കാരണം ഇത്ര നോമ്പ് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്, 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഗർഭമുണ്ടായി, പക്ഷെ ആ നോമ്പ് മുഴുവനായും ഖളാ വീട്ടാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ച് ചില ആളുകൾ ചോദിക്കാറുണ്ട്, അങ്ങനെ ആകുമ്പോൾ എത്ര മുദ്ദ കൊടുക്കണം, ഈ നോമ്പ് എപ്പോഴാണ് ഖളാ വീട്ടേണ്ടത്? അങ്ങനെയുള്ള പല സംശയങ്ങളും പല ആളുകളും ചോദിക്കാറുണ്ട്. ഇനി കുഞ്ഞിക്ക് മുലപ്പാൽ കൊടുക്കേണ്ടി വരുന്നു, അതുകൊണ്ടായിരുന്നു നോമ്പ് നോക്കാൻ പറ്റാത്തത് എങ്കിൽ എന്തെങ്കിലും ഇളവുണ്ടോ? തുടങ്ങിയ വിഷയങ്ങളൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇതൊക്കെ ഏറ്റവും ലളിതമായ രൂപത്തിൽ ഏറ്റവും വ്യക്തമായിട്ട്, അതായത് എനിക്ക് ഇത്ര നോമ്പ് ഈ വർഷം ഒഴിവായാൽ എനിക്ക് ഇപ്പോൾ ഇത്ര മുദ്ദ കൊടുക്കേണ്ടി വരും എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായ ഒരു അവതരണമാണിത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം. ഒരുപാട് സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരൊക്കെ അറിയാൻ ആഗ്രഹിച്ച വിഷയങ്ങളാണ്. എന്നിട്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്കും അതുപോലെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഒരു തവണ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നാൽ 2ാമത്തെ തവണ വീണ്ടും കാണുക. അങ്ങനെ 2, 3 തവണ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. ഇനി അതും കഴിഞ്ഞ് നിങ്ങൾക്ക് സംശയങ്ങൾ മാറുന്നില്ല എങ്കിൽ എന്നോട് സംശയം ചോദിക്കാവുന്നതാണ്. ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക. ആദ്യം എല്ലാവരും വീഡിയോ കൃത്യമായി കാണണം. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ ചോദ്യം ചോദിച്ചു പോരുന്നുണ്ട്. അതായത് വീഡിയോയിൽ ഒരു ചോദ്യം ചോദിക്കും, അത് ചില ചോദ്യങ്ങൾ മധ്യഭാഗത്തും ചിലത് അവസാന ഭാഗത്തും, അങ്ങനെ 1, 2 ചോദ്യം ചോദിക്കും. ഇന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അതിനുള്ള ഉത്തരം പറയാൻ സാധിക്കും. അത്രത്തോളം ലളിതമായ ചോദ്യമായിരിക്കും. മാത്രമല്ല ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 1ാമത്തെ ചോദ്യത്തിന് 1 എന്നും 2ാമത്തെ ചോദ്യത്തിന് 2 എന്നും നമ്പർ ഇട്ട് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ 1ാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതി ഒരൽപ്പം സ്പേസ് വിട്ട് 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതുക. അങ്ങനെ ഉത്തരം കമന്റ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളെയാണ് വിജയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതായത് സബ്സ്ക്രൈബ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്നാണ് വിജയെ പ്രഖ്യാപിക്കുക. മാത്രമല്ല ഇങ്ങനെ വിജയെ പ്രഖ്യാപിക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. വിജയെ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപിച്ച വിജയ് ആരാണെന്ന് അറിയാൻ നിങ്ങൾക്കൊരു കൗതുകം ഉണ്ടാകും. അതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കമ്മ്യൂണിറ്റി ടാബിൽ ആ വിജയെ പോസ്റ്റ് ചെയ്യുന്നതാണ് 2 ദിവസങ്ങൾക്ക് ശേഷം. ഇനി മാത്രമല്ല താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. പറ്റുന്ന ആളുകൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ അപ്ഡേഷനുകൾ അറിയിക്കുന്നതാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ വിജയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വിജയായി വരുന്നവർക്ക് പ്രത്യേകമായ അനുമോദനവും അതുപോലെ ക്യാഷ് പ്രൈസ് സമ്മാനമൊക്കെ നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഉത്തരം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണം. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് നമുക്കറിയാം, വിശുദ്ധമായ റമദാൻ മാസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് നോമ്പ് നോക്കാൻ കഴിവുള്ള, അതേ സമയത്ത് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. ഈ വിശുദ്ധമായ റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കാതിരിക്കാൻ പല ആളുകൾക്കും പല കാരണങ്ങൾ വരും. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളിൽ ഒരുപാട് പേർക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഒന്നിരിക്കൽ ഗർഭിണിയാകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുക, അല്ലെങ്കിൽ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ തന്നെ ആവുക.
ഈ രണ്ട് സാഹചര്യങ്ങൾ, അത് ഗർഭം അല്ലെങ്കിൽ പ്രസവം, ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് പെണ്ണിനിക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നാൽ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ആ വിഷയമാണ് ഇന്ന് പറയുന്നത്. വൈദ അഫ്തറത്തിൽ ഹാമിലു അവിൽ മുർദിയോ, ഒരു ഗർഭിണിയായ ഒരു പെണ്ണ് അല്ലെങ്കിൽ മുലയൂട്ടുന്ന ഒരു സ്ത്രീ നോമ്പ് ഒഴിവാക്കിയാൽ ഹൗഫൻ അലാവലദിഹ, അവളുടെ കുഞ്ഞിന്റെ മേലിൽ പേടിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ, അതായത് അവൾക്ക് അവളുടെ ശരീരത്തെ പറ്റി പേടിയില്ല, അവളുടെ കുഞ്ഞിനെ പറ്റിയിട്ടാണ് അവൾക്ക് പേടി. അതായത് ഇവൾ നോമ്പനുഷ്ഠിച്ചാൽ കുഞ്ഞിന് മുലപ്പാൽ കിട്ടാതായി പോകും, അല്ലെങ്കിൽ ഇവൾ നോമ്പനുഷ്ഠിച്ചാൽ കുഞ്ഞിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും, അങ്ങനെയുള്ള പേടിച്ചുകൊണ്ട്, കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രം അവൾ നോമ്പ് ഒഴിവാക്കിയാൽ വജബമ അൽ ഖദായി, ആ നോമ്പ് ഖദാ വീട്ടലോട് കൂടെ നിർബന്ധമാകും. മുദ്ദുല്ലിക്കുല്ലി യൗമിൻ, ഓരോ നോമ്പിനിക്കും ഒരു മുദ്ദി എന്ന രൂപത്തിൽ നിർബന്ധമാകും. അതായത് ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം എന്നുള്ളത്, ഒരു പെണ്ണ് ഗർഭാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണ് പ്രസവിച്ച് മുലയൂട്ടുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിൽ നോമ്പ് ഒഴിവാക്കാൻ പ്രധാനമായും 3 കാരണങ്ങൾ വരാം. അതിൽ ഒന്നാമത്തെ കാരണം കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രം നോമ്പ് ഒഴിവാക്കാം. അങ്ങനെ നോമ്പ് ഒഴിവാക്കിയാൽ അവൾ നോമ്പ് ഖദാ വീട്ടണം, ഒപ്പം മുദ്ദും കൂടി കൊടുക്കണം. ഇതെപ്പോഴാണ് പറയുന്നത്? ഇപ്പൊ ഒരു പെണ്ണിനിക്ക് കഴിഞ്ഞ റമദാൻ മാസം നോമ്പ് ഖദായി പോയി, അവള് ഈ റമദാനിന് മുമ്പ് തന്നെ നോമ്പ് ഖദാ വീട്ടി. അവൾ നോമ്പ് ഖദായി പോയത് കുഞ്ഞിനെ പേടിച്ചുകൊണ്ടാണ്. അങ്ങനെ 10 നോമ്പ് അവൾ ഖദായി പോയി. അങ്ങനെ ഈ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ അവൾ 10 നോമ്പും ഖദാ വീട്ടി. എങ്കിൽ ആ 10 നോമ്പിനിക്ക് 10 മുദ്ദ അവൾ കൊടുക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ അവൾ ഒരു വർഷം പിന്തിപ്പിച്ചിട്ടൊന്നുമില്ല, എന്നിട്ടും മുദ്ദ കൊടുക്കണം. കാരണം എന്ത്? അവൾ നോമ്പ് ഒഴിവാക്കിയത് കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രമാണ്. അങ്ങനെ കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രം ഒരു പെണ്ണ് നോമ്പ് ഒഴിവാക്കിയാൽ അവൾ അതേ വർഷമാണ് നോമ്പ് ഖദാ വീട്ടുന്നെങ്കിലും ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കണം. ആ വിഷയം മനസ്സിലാക്കാം. ഇതിന്റെ എക്സ്റ്റൻഷന്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ വിഷയങ്ങൾ, കൂടുതൽ സംശയങ്ങൾക്കുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറയാം. രണ്ടാമത്തെ കാരണം ഔ അലാ നഫ്സിഹ, അതായത് ഈ പെണ്ണ് നോമ്പ് ഒഴിവാക്കുന്നത് ഇവളുടെ ശരീരത്തെ പേടിച്ചുകൊണ്ടാണ്. ഇവളുടെ ശരീരത്തെ പേടിച്ചുകൊണ്ട് പറയുമ്പോൾ 2 കാരണമാണ്. ഒന്നിരിക്കൽ ഇവളുടെ ശരീരത്തെ പേടിച്ചുകൊണ്ട് മാത്രം ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇവളുടെ ശരീരത്തെ പേടിച്ചുകൊണ്ടും ഒപ്പം കുഞ്ഞിനെ പേടിച്ചുകൊണ്ടും നോമ്പ് ഒഴിവാക്കാം. അതായത് ഒരു ഗർഭിണിയായ പെണ്ണ് നോമ്പ് അനുഷ്ഠിച്ചാൽ അവൾക്ക് പ്രശ്നമാണ്, ഒപ്പം വയറ്റിലുള്ള കുഞ്ഞിനിക്കും പ്രശ്നമാണ്. ആ ഒരു ഘട്ടത്തിലായിട്ട് അവൾ നോമ്പ് ഒഴിവാക്കാം. അല്ലെങ്കിൽ മുലയൂട്ടുന്ന ഒരു സ്ത്രീ നോമ്പ് അനുഷ്ഠിച്ചാൽ അവളുടെ ആരോഗ്യത്തെയും അത് ബാധിക്കും, കുഞ്ഞിന്റെ ആരോഗ്യത്തെയും ബാധിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നോമ്പ് ഒഴിവാക്കാം. അല്ലെങ്കിൽ ഇവൾ നോമ്പ് അനുഷ്ഠിച്ചാൽ കുഞ്ഞിന് പ്രശ്നമില്ല, പക്ഷേ ഇവൾക്ക് ഇവളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ഇവൾക്ക് പേടിയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നോമ്പ് ഒഴിവാക്കാം. അതായത് ഒന്നിരിക്കൽ അവളുടെ ശരീരത്തെ പേടിച്ചുകൊണ്ട് ഒഴിവാക്കാം, അല്ലെങ്കിൽ അവളുടെ ശരീരത്തെയും കുഞ്ഞിനെയും രണ്ടിനെയും പേടിച്ചുകൊണ്ട് ഒഴിവാക്കാം. ഈ ഒരു കാരണം കൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ മനസ്സിലാക്കേണ്ടത് ഫലാ യജിബു, അപ്പോൾ നിർബന്ധമില്ല, ഇല്ലൽ ഖദാഉ, ഖദാ വീട്ടലല്ലാതെ നിർബന്ധമില്ല. അതായത് അപ്പോൾ നിർബന്ധമാകുന്നത് നോമ്പ് ഖദാ വീട്ടൽ മാത്രമാണ്, മുദ്ദ കൊടുക്കുക എന്നുള്ള നിർബന്ധമില്ല. ഇത് ആർക്കാണ് പറയുന്നത്? കഴിഞ്ഞ റമദാനിൽ ഒരു പെണ്ണ് സ്വന്തം ശരീരത്തെയോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെയും കുഞ്ഞിനെയും രണ്ടിനെയും പേടിച്ചുകൊണ്ടോ നോമ്പ് ഒഴിവാക്കി. അങ്ങനെ 10 നോമ്പ് അവൾക്ക് ഒഴിവാക്കേണ്ടി വന്നു. ഈ റമദാന് വരുന്നതിന് മുമ്പ് അവൾ നോമ്പ് ഖദാ വീട്ടി, എങ്കിൽ അത് മതി. അവൾ പിന്നെ അവിടെ മുദ്ദ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു വർഷം അവൾ പിന്തിപ്പിക്കാൻ നിന്നിട്ടില്ല, അതേ വർഷം തന്നെ അവൾ നോമ്പ് ഖദാ വീട്ടി, എങ്കിൽ അത് മതി. ആവശ്യം മനസ്സിലാക്കാം. ഇനി പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വിഷയം, ഒരു 2018-ലോ 2016-ലോ ഒരു പ്രസവം കാരണം ഒരു പെണ്ണ് നോമ്പ് ഒഴിവാക്കി. അങ്ങനെ ഒരു 3, 4, 5 വർഷങ്ങൾ വെറുതെ പിന്തിപ്പിച്ചു, എന്നിട്ട് പിന്നീട് നോമ്പ് ഖദാ വീട്ടാണ്. അങ്ങനെ ഖദാ വീട്ടിയാൽ നോമ്പിൻ അവിടെ പിന്തിപ്പിച്ചതിന്റെ മുദ്ദ് അവൾക്ക് വരും. അപ്പോൾ കുഞ്ഞിനെ പ്രസവിക്കുക അല്ലെങ്കിൽ കുഞ്ഞിനെ ഗർഭം ചുമക്കുക, അവിടെ നോമ്പിന്റെ മുദ്ദ് നിർബന്ധമാകുന്നത് കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രമാകുമ്പോഴാണ്. ഇനി പിന്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അടുത്തതായി പറയുന്നത്. അതായത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു നോമ്പ്, അത് ഏതൊരു കാരണമാണെങ്കിലും നമുക്ക് ഒരു നോമ്പ് ഖദാ വീട്ടാനുണ്ട്. അത് ഈ വർഷം ഖദായി പോയ നോമ്പ് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് ഖദാ വീട്ടണം. കഴിഞ്ഞ വർഷം ഖദായി പോയ നോമ്പ് ഈ റമദാൻ വരുന്നതിന് മുമ്പ് ഖദാ വീട്ടണം. അങ്ങനെ ഖദാ വീട്ടാനുള്ള നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെ ഖദാ വീട്ടാനുള്ള നമ്മൾ ഈ റമദാന് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ നോമ്പിനെ ഖദാ വീട്ടിയിട്ടില്ല. അങ്ങനെ ഖദാ വീട്ട് അതൊരു വർഷം പിന്തിപ്പിച്ചു.
അങ്ങനെ പിന്തിപ്പിക്കാനോ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. അങ്ങനെ കാരണമില്ലാതെ ഒരു വർഷം പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന രൂപത്തിൽ കൊടുക്കണം. അപ്പൊ 2 വർഷം പിന്തിപ്പിച്ചാലോ ഒരു നോമ്പിന് 2 മുദ്ദ് കൊടുക്കേണ്ടി വരും. 3 വർഷം പിന്തിപ്പിച്ചാലോ ഒരു നോമ്പിന് 3 മുദ്ദ് കൊടുക്കേണ്ടി വരും. അപ്പൊ 2018 ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരു ഉമ്മ ആ വർഷം നോമ്പ് പിന്തിപ്പിച്ചു. 2024 വരെ 6 വർഷങ്ങൾ പിന്തിപ്പിച്ചു. ഈ 6 വർഷങ്ങൾ പിന്തിപ്പിക്കാനും ഒരു കാരണവും ഉണ്ടായിട്ടില്ല, വെറുതെ പിന്തിപ്പിച്ചതാണ്. എങ്കിൽ ഒരു നോമ്പിന് 6 മുദ്ദ് കൊടുക്കേണ്ടി വരും. അപ്പൊ 10 നോമ്പിന് അങ്ങനെ പിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 60 മുദ്ദ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരു നോമ്പിനാണ് പറയുന്നത്. ഓരോ വർഷം പിന്തിപ്പിക്കും തോറും ഒരു നോമ്പിന് ഓരോ മുദ്ദ് എന്ന രൂപത്തിൽ കൂടും. അപ്പോൾ 2 നോമ്പ് ഉണ്ടാകുമ്പോൾ ഇത് 6 × 2 12 മുദ്ദ് ആ ഘട്ടത്തിൽ കൊടുക്കേണ്ടി വരും. ആ വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ കാരണമില്ലാതെ ഇങ്ങനെ വർഷം പിന്തിപ്പിച്ചാൽ ഒരു വർഷം പിന്തിപ്പിക്കും തോറും ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന രൂപത്തിൽ കൂടും. 2 വർഷം പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് 2 മുദ്ദ് എന്ന രൂപത്തിൽ കൂടും. അപ്പൊ 2 നോമ്പിനാകുമ്പോൾ 4 മുദ്ദാകും. ആവശ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പല ആളുകളും ചോദിക്കാണ്. അതായത് ഇവിടെ വർഷം പിന്തിപ്പിച്ചാൽ മുദ്ദ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി ഒരു പെണ്ണ് വർഷം പിന്തിപ്പിക്കുമ്പോൾ അവൾക്ക് പ്രത്യേകമായ കാരണമുണ്ടായി. അതായത് കാരണമില്ലാതെ പിന്തിപ്പിച്ചാലാണ് മുദ്ദ് കൊടുക്കേണ്ടത്. ഇനി കാരണത്തോടെ കൂടെ പിന്തിപ്പിച്ചാൽ മുദ്ദ് കൊടുക്കേണ്ടി വരില്ല. അപ്പൊ കാരണമായിട്ട് എന്തൊക്കെയാണ് പരിഗണിക്കപ്പെടാം? അവിടെ ഒരാൾ രോഗിയായി, റമദാൻ കഴിഞ്ഞ് നോമ്പ് ഖളാ വീട്ടാൻ സമയം കിട്ടിയിട്ടില്ല, രോഗിയായി, അടുത്ത റമദാൻ വരെ അയാൾക്ക് രോഗിയായി, ആ രോഗം കാരണം അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പ്രശ്നമല്ല, അതൊരു കാരണമായിട്ട് പരിഗണിക്കപ്പെടും. പിന്നീടുള്ള റമദാൻ കഴിഞ്ഞിട്ട് അവർ നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി, മുദ്ദ് കൊടുക്കേണ്ടതില്ല. അത് രോഗം എന്നുള്ളത്, ആ രോഗം കാരണം നോമ്പ് നോക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെ കാരണമായിട്ട് പരിഗണിക്കപ്പെടും. ഇങ്ങനെ പിന്തിപ്പിച്ച ആളുകൾ മുദ്ദ് കൊടുക്കേണ്ടതില്ല. അതേപോലെ മറ്റൊരു കേസ്, ഒരാൾ നിരന്തരമായി യാത്രയിലായതുകൊണ്ട് അയാൾക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യമായ യാത്രയായിരുന്നു, നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ യാത്രയിലായതുകൊണ്ട് അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ യാത്രയിലായതുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും അവരും മുദ്ദ് കൊടുക്കേണ്ടതില്ല, നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി. അതുപോലെ ഒരു പെണ്ണ്, അവൾക്ക് കുഞ്ഞിനെ മുലയൂട്ടാനുണ്ടായി. പക്ഷേ ഇവള് നോമ്പനുഷ്ഠിച്ചാലോ നോമ്പ് ഖളാ വീട്ടിയാലോ ഈ കുഞ്ഞിനിക്ക് മുലപ്പാൽ വലിയ പ്രശ്നമാവും. അങ്ങനെ കുഞ്ഞിനിക്ക് മുലയൂട്ടാനുണ്ട് എന്ന ഒരു കാരണം കൊണ്ട് ഇവള് നോമ്പനുഷ്ഠിച്ചില്ല, ഒരു വർഷം പിന്തിപ്പിച്ചു. അങ്ങനെ പിന്തിപ്പിച്ചാലും അവൾക്ക് മുദ്ദ് കൊടുക്കേണ്ടതില്ല. പിന്നീടുള്ള കിട്ടുന്ന സമയം നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി. ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടാണ് ഒരു പെണ്ണ് പിന്തിപ്പിച്ചതെങ്കിൽ ഇത് കാരണങ്ങളായിട്ട് പരിഗണിക്കപ്പെടും. ഈ പിന്തിപ്പിക്കലിന് മുദ്ദ് കൂടി വരികയില്ല. അതേ സമയത്ത് ഇപ്പൊ ഒരു 2 വർഷം കുഞ്ഞിനിക്ക് മുലപ്പാൽ കൊടുക്കാനുള്ള കാരണം കൊണ്ട് പിന്തിപ്പിച്ചെന്ന് വെക്കാം, അല്ലെങ്കിൽ ഒരു വർഷം അങ്ങനെ പിന്തിപ്പിച്ചു, പിന്നീട് 3 വർഷം വെറുതെ പിന്തിപ്പിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ നോക്കി മുദ്ദ് കൊടുക്കേണ്ടി വരും. അതായത് വെറുതെ പിന്തിപ്പിക്കുമല്ലോ, അപ്പൊ അവിടെ നമ്മൾ എന്താക്കേണ്ടി വരും? അതിനെ എണ്ണം വെച്ച് കൃത്യമായിട്ട് മുദ്ദ് കൊടുക്കേണ്ടി വരും. മുദ്ദ് എങ്ങനെയാണ്? ഒരു വർഷം പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് ഒരു മുദ്ദ്, 2 വർഷം പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് 2 മുദ്ദ്. അതായത് ഓരോ വർഷം പിന്തിപ്പിക്കും തോറും ഓരോ നോമ്പിന് ഓരോ മുദ്ദ് എന്ന വെച്ച് രൂപത്തിൽ ഇരട്ടിയാവുകയാണ് ചെയ്യുക. ആവശ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നോമ്പ് ഖളാ ആയവരിൽ ആരൊക്കെയാണ് മുദ്ദ് കൊടുക്കേണ്ടത്, മുദ്ദ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് മുദ്ദ് കൊടുക്കൽ നിർബന്ധമായി വരിക തുടങ്ങിയ വിഷയങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, നോമ്പ് ഖളാ വീട്ടും. ഇങ്ങനെ ഖളാ വീട്ടും എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? റമദാൻ മാസം ഖളാ ആയ ഫർദാക്കപ്പെട്ട നോമ്പ് നാളെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയ്യത്ത് വെക്കാം. എങ്ങനെ? റമദാൻ മാസം ഖളാ ആയ ഫർദാക്കപ്പെട്ട നോമ്പ് നാളെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയ്യത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കാം. നോമ്പ് ഖളാ ആയ ആളുകൾ. ഇനി മാത്രമല്ല, വിശുദ്ധമായ ഷഅബാൻ 15 ശേഷം, ബറാഅത്തിന് ശേഷം നോമ്പ് ഖളാ വീട്ടാൻ പറ്റുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അങ്ങനെ നോമ്പ് ഖളാ വീട്ടാനുള്ള ആളുകൾക്ക് ആ സമയത്ത് നോമ്പ് ഖളാ വീട്ടാവുന്നതാണ്. ഷഅബാൻ 15 കഴിഞ്ഞാലും നോമ്പ് ഖളാ വീട്ടാനുള്ളവരാണെങ്കിൽ ഖളാ വീട്ടണം, അടുത്ത റമദാനിലേക്ക് പിന്തിപ്പിക്കരുത്. അപ്പം അങ്ങനെ ഖളാ വീട്ടാനുള്ളവർക്ക് ഷഅബാൻ 15 ശേഷവും നോമ്പ് ഖളാ വീട്ടാവുന്നതാണ്. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി ഞാൻ മുദ്ദിലേക്ക് വരാം. അതായത് ആർക്കാണ് മുദ്ദ് കൊടുക്കേണ്ടത്, ഒരു മുദ്ദ് എന്ന് വെച്ചാൽ എത്രയാണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറയാം. അതിനു മുമ്പ് ഒരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം, അതിനുള്ള ഉത്തരം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എല്ലാ ആളുകളും രേഖപ്പെടുത്തുക. വളരെ സിമ്പിൾ ചോദ്യമാണ്. അതായത് ഞാൻ പറഞ്ഞു, ഒരു ഉമ്മ കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രം
നോമ്പ് ഒഴിവാക്കിയാൽ, കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രം നോമ്പ് ഒഴിവാക്കി, എന്നിട്ട് അതേ വർഷം നോമ്പ് ഖളാ വീട്ടുകയും ചെയ്തു. അവളുടെ ശരീരത്തെ പറ്റി അവൾക്ക് പേടിയുണ്ടായിട്ടില്ല, കുഞ്ഞിൻ്റെ ആരോഗ്യാവസ്ഥയെ പറ്റി മാത്രമായിരുന്നു പേടി. ആ ഒരു കാരണം കൊണ്ടാണ് അവർ നോമ്പ് ഒഴിവാക്കിയത്. എന്നിട്ട് കഴിഞ്ഞ വർഷം നോമ്പ് ഒഴിവാക്കി, ഈ വർഷം വരുന്നതിന് മുമ്പ് അവർ ഖളാ വീട്ടി, അതായത് അതേ വർഷം തന്നെ അവർ ഖളാ വീട്ടുകയും ചെയ്തു. അങ്ങനെ ഖളാ വീട്ടിയതിൽ ആ ഉമ്മ 10 നോമ്പാണ് ഒഴിവാക്കിയത്. അങ്ങനെ 10 നോമ്പ് അവർ ഖളാ വീട്ടി അതേ വർഷം. എങ്കിൽ ഈ ഉമ്മയ്ക്ക് ഈ ഖളാ വീട്ടിയ നോമ്പിന് പകരം മുദ്ദ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എത്രയാണ് മുദ്ദ് കൊടുക്കേണ്ടത്? അപ്പോൾ വേണ്ടാന്നാണ് ഉത്തരമെങ്കിൽ രണ്ടിനും നോനോ ഒന്ന് നിങ്ങൾ ഇട്ടാൽ മതി. അല്ലെങ്കിൽ വേണമെന്നാണെങ്കിൽ ആദ്യത്തിന് യെസ് എന്നും രണ്ടാമത്തിന് എത്രയാണ് മുദ്ദ് കൊടുക്കേണ്ടതെന്നും എന്നുള്ളത് ഇടുക. ഇതാണ് ചോദ്യം. മനസ്സിലായല്ലോ? ഒന്നാമത്തെ ചോദ്യം, ഇങ്ങനെ കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രം നോമ്പ് ഒഴിവാക്കിയ ഒരു പെണ്ണ് അതേ വർഷം തന്നെ നോമ്പ് ഖളാ വീട്ടുന്നുണ്ടെങ്കിൽ അവൾ മുദ്ദ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ 10 നോമ്പ് ഒഴിവാക്കിയാൽ എത്ര മുദ്ദ് അവൾ കൊടുക്കണം എന്നുള്ളത് ആവശ്യം മനസ്സിലാക്കാം. ഇതാണ് 2 ചോദ്യം. അങ്ങനെ രണ്ടിന് നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഉത്തരമെങ്കിൽ കൊടുക്കേണ്ടതില്ല എന്നാണ് ഉത്തരവെങ്കിൽ നോ എന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ വേണ്ട എന്നോ എഴുതുക. ഇനി കൊടുക്കണമെന്നാണ് ഉത്തരമെങ്കിൽ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ എസ് എന്നോ എഴുതുക. അതേപോലെ തന്നെ രണ്ടാമത്തെ ഉത്തരം എത്ര മുദ്ദ് കൊടുക്കണം എന്നും എഴുതുക. 10 നോമ്പാണ് ഒഴിവാക്കിയത്, മനസ്സിലാക്കാം. ഇനി ആർക്കാണ് മുദ്ദ് കൊടുക്കേണ്ടത്? അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത്, മുസ്ലിമീങ്ങളായ ഫക്കീറിനിക്കോ മിസ്കീനിക്കോ ആണ് മുദ്ദ് കൊടുക്കേണ്ടത്. അതായത് സാധാരണ പാവപ്പെട്ട വിശ്വാസികൾക്കാണ് മുദ്ദ് കൊടുക്കേണ്ടത്, ആവശ്യം മനസ്സിലാക്കാം. രണ്ടാമത്തത്, ഒരു മുദ്ദായിട്ട് എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു മുദ്ദ് ഇത്ര കൊടുക്കണമെന്ന് തൂക്കത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റൂല. കാരണം ഒരു മുദ്ദ് എന്ന് വെച്ചാൽ 800 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ 800 മില്ലി ലിറ്റർ അളവിൽ വരുന്ന തൂക്കത്തിലുള്ള അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. തൂക്കത്തിൽ കൃത്യമായിട്ട് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഈ തൂക്കത്തിൽ അരികളുടെ ഇനങ്ങൾക്കനുസരിച്ച് ഇത് വ്യത്യാസങ്ങൾ സംഭവിക്കും. അവ ചില അരികൾ ഒരു 650 ഗ്രാം ഒരു മുദ്ദാവും, ചിലത് 700 ഗ്രാം പോകേണ്ടി വരും, ചിലത് ചിലപ്പോൾ 750 ഗ്രാം വരെ ചിലപ്പോൾ പോയേക്കാം. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വഴി പറഞ്ഞുതരാം. അതായത് ഈ സംശയങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി നിങ്ങൾക്കൊരു 750 ഗ്രാം പരിഗണിച്ച് ഒരു മുദ്ദായിട്ട് പരിഗണിച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ അൽഹംദുലില്ലാ ഈ 750 ഗ്രാമിൽ തന്നെ മിക്ക അരികളും പെടും. അതുകൊണ്ട് പിന്നെ അങ്ങനെ പേടിക്കേണ്ടതില്ല. പറ്റുമെങ്കിൽ അങ്ങനെ 750 ഗ്രാം വെച്ച് കൊടുക്കാം. ഇനി അല്പം കൂടിയാലും പ്രശ്നമില്ല, ഒരു മുദ്ദ 750 ഗ്രാം എന്ന രൂപത്തിൽ വെച്ച് കൊടുക്കാം. ഇനി അങ്ങനെ ഇത് പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന അരി 650 ഗ്രാം തന്നെ ഒരു മുദ്ദാകും എന്ന് നിങ്ങൾക്ക് ഏകദേശം ഉറപ്പുണ്ടെങ്കിൽ അത്ര കൊടുത്താൽ മതി. ഒരു മുദ്ദായിട്ട് അത്ര പരിഗണിച്ച് കൊടുത്താൽ മതി. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി ഒരല്പം കൂട്ടി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നോമ്പിൻ്റെ മുദ്ദുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ചർച്ച ചെയ്ത്. പ്രധാനമായും പ്രസവം ഗർഭം കാരണം നോമ്പ് ഒഴിവാക്കേണ്ടി വന്നവർ, ആർത്തവത്തിൻ്റെയും നിഫാസിൻ്റെയും കാരണം നോമ്പ് ഒഴിവാക്കേണ്ടി വന്നവർ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ മറ്റു രോഗം കാരണങ്ങളെ കൊണ്ട് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നവർ ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മുതൽ അങ്ങോട്ട് ഒരുപാട് ഉപകാരപ്രദമായ അറിവുകൾ ഈ ചാനലിലൂടെ ലഭ്യമാകും. എല്ലാവരും ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരോടും ദാവസ്യത്തോടെ അസ്സലാമു അലൈക്കും.